ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റുള്ളൊരു ബൺ മസ്കയും ഇറാനി ചായയുമാണ്. നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ് ബൺ മസ്ക. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് പുറത്തു പോയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുക്കാൽ ഇതിൻ്റെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത്രയും ബട്ടർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒരു 2 ടേബിൾ സ്പൂണും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് കൊണ്ടാണെങ്കിലും ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ബീറ്റ് ചെയ്യുമ്പോഴാണ് നല്ല ഫ്ലഫി ആയിട്ട് വരുള്ളൂ. അപ്പം അല്ലെങ്കിൽ വിസ്കും ബീറ്ററൊന്നും ഇല്ലെങ്കിൽ മറ്റേ ഫോർക്ക് കൊണ്ടാണെങ്കിലും നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ബീറ്ററാകുമ്പോൾ നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് വരും. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കണം. ബട്ടറും വാനില എസൻസും കണ്ടൻസ് മിൽക്കും കൂടെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഉപ്പില്ലാത്ത ബട്ടർ എടുക്കണം, അൺസോൾട്ടഡ് ബട്ടർ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ ഇതായി വരണം. എന്നാലാണ് ഇത് ഈ ബണ്ണിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇത് പുരട്ടുമ്പോഴും നല്ല ഇതുണ്ടാവുള്ളൂ. പഞ്ചസാര പൊടിച്ചതിട്ടാണെങ്കിലും ഇതിടാം. അപ്പോൾ കണ്ടൻസ് മിൽക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബട്ടറും പഞ്ചസാര പൊടിച്ചത് ഇട്ടാലും മതി, അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. ഏതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. ഇതെല്ലാം കൂടെ നല്ല അടിച്ച് നല്ല പഫിയായി വന്നിട്ടുണ്ട്. 4 ബണ്ണെടുത്തിട്ടുണ്ട്. അതൊരു പാൻ വെച്ചിട്ട് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അതൊന്ന് മെൽറ്റായി വരുമ്പം ബണ്ണ് ഒന്ന് ചൂടാക്കി എടുക്കണം. 4 ബണ്ണാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിൽ വെച്ചിട്ട് ഈ ബട്ടറിൽ കിടന്നൊന്ന് ചൂടായി വരണം. അധികം ഒന്ന് ചൂടാണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു ഭാഗം ചൂടായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 4 ബണ്ണും അതുപോലെ ചെയ്തെടുക്കണം. 2 കഴിഞ്ഞ് ഇനി മറ്റേതും കൂടെ ചെയ്തെടുത്ത് എന്നിട്ട് അതൊന്ന് നടുവേ ഒന്ന് ഒരു കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്യണം. ഫുൾ കട്ട് ചെയ്തെടുക്കരുത്. പകുതി മുക്കാൽ ഭാഗത്തോളം കട്ട് ചെയ്താൽ മതി. ബാക്കി കുറച്ച് ഭാഗം അവിടെ തന്നെ ഉണ്ടാകണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കാം. അത് തേച്ച് കൊടുത്ത് ഉള്ളിൽ നല്ലതുപോലെ ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ട് 2 ഭാഗത്തുമായിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തും കുറച്ച് ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ബട്ടറും ഒന്ന് തേച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാ ബണ്ണും അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് നടുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിൽ അങ്ങനെ ബട്ടർ ഇട്ട് തേച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാം അതേപോലെ ചെയ്യണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എന്നിട്ട് അതെല്ലാം ഇതേപോലെ ഇങ്ങനെ പുരട്ടി എല്ലാം 4 ബണ്ണിലും ബട്ടറൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചായ ഉണ്ടാക്കാം, ഇറാനി ചായ. അതിന് ഒരു 4 ഏലക്കായും 3 പട്ടയും 3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ചെറുത് മതി. അതിൽ ഒരു 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ചായക്ക്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി അത് ചതച്ചിട്ടിട്ടാൽ മതി. ഇഞ്ചി പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. അതൊന്ന് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഈ പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടി ഇട്ട് കൊടുക്കണം. അത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ വേണം തേയില ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു 2 ടീസ്പൂൺ തേയില ഇട്ട് കൊടുക്കണം. നല്ല കടുപ്പത്തിൽ വേണം ചായ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് അതിൻ്റെ കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല കടുപ്പത്തിൽ നല്ലൊരു ചായ ആയിട്ടുണ്ട്. അതൊന്ന് അടച്ച് മാറ്റി വെക്കണം. അതിന് ശേഷം പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 ഗ്ലാസ് പാലുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് പാലൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് ഒന്ന് വറ്റിച്ച് എടുക്കണം.
തിളച്ച പാടെ ഓഫ് ചെയ്യരുത്, തിളച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് അതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് കുറച്ച് വെച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം പിന്നെ 2 ഗ്ലാസ്സിലേക്കായിട്ട് അര ഗ്ലാസ് പിന്നെ കട്ടൻ ചായ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ടതാണ്, എന്നാലും 2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂണോളം കണ്ടൻസ് മിൽക്കും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഈ കട്ടൻ ചായയിലേക്ക്. അതിന് ശേഷം പിന്നെ പാലൊഴിച്ച് കൊടുക്കണം. പാലൊഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ഇറാനി ചായയാണ്, നല്ല ചായയാണ്. പിന്നെ നല്ല ടേസ്റ്റിൽ നല്ല ഏലക്കയുടെയൊക്കെ നല്ല ടേസ്റ്റുള്ള നല്ലൊരു ചായയാണ്. ബൺമസ്കയും ഇറാനി ചായയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ. പിന്നെ പുറത്തൊന്നും കൊണ്ടുപോയി ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ രണ്ട് ബണ്ണുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, കുട്ടികൾക്ക് കൊടുക്കാനായിട്ടൊക്കെ. എല്ലാവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ചായയിൽ മുക്കി വേണം ബണ്ണ് കഴിക്കാനായിട്ട്. പിന്നെ നല്ലൊരു ടേസ്റ്റുള്ളതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.